ഞാനും വിഷ്ണുവേട്ടനും പിന്നെ പ്രീതി അർജുനേട്ടനും സുസ്മിതയും രോഹിത്തും. ആ, എന്താ മോളെ കാര്യം? പ്രീതിയുടെ കുഞ്ഞിന്റെ ജന്മനക്ഷത്രത്തില് എന്തോ ചില ദോഷങ്ങളുണ്ടെന്നാ പറഞ്ഞേ. ഓ, അമ്മയ്ക്ക് ആപത്തുണ്ടാവാതിരിക്കാൻ പഞ്ചകൈലാസത്തിലെ ശിവലിംഗ വിഗ്രഹത്തിന് സമീപം ജപിച്ച യന്ത്രം സ്ഥാപിക്കണമെന്നാ സിദ്ധം പറഞ്ഞേ. ആ, പൗർണമി രാത്രിയില് ശിവലിംഗ വിഗ്രഹത്തിനൊപ്പം യന്ത്രം ഉണ്ടാവണം. അതോടെ ദോഷങ്ങൾ തീരുമത്രേ. അർജുനേട്ടനെയും പ്രീതിയും വിടുന്നതിനൊപ്പം ഞങ്ങള് 2 കപ്പിൾസിനെയും വിടാനാ തീരുമാനം. ഒരു ഉല്ലാസയാത്ര പോലെ. ആ, അമ്മയ്ക്കെന്താ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ? ഞാനും വിഷ്ണുവേട്ടനും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടൊരു ട്രിപ്പ് പോവല്ലേ. ആ, സന്തോഷമൊക്കെ ഉണ്ട് മോളെ. അമ്മ എത്തിക്കോളാം. ശരി അമ്മ. ആ മോളെ. ആ, എന്താ അമ്മേ? മോളെ, സിദ്ധൻ തന്നെ യന്ത്രം ഇപ്പൊ എവിടെയുണ്ട്? അത് ഞാൻ പൂജാമുറിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടമ്മേ. ആ ദോഷപരിഹാരം പറഞ്ഞ സിദ്ധനാരെന്നാ പറഞ്ഞേ? ആ, ആൽത്തറ ക്ഷേത്രത്തിലെ 12 വർഷത്തിലൊരിക്കൽ അവധൂതനായിട്ട് വരാറുള്ള സിദ്ധനില്ലേ, അദ്ദേഹം വീട്ടിൽ നേരിട്ട് വന്ന് ഒരു പ്രവചനം പോലെ പറഞ്ഞു. ഓ, അപ്പൊ അത് സൂക്ഷിക്കണേ മോളെ. എന്താ അമ്മേ? അല്ല, ആ സിദ്ധൻ നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തോ സംഭവമുണ്ട്. അദ്ദേഹം തന്ന യന്ത്രം നീ കണ്ണിൽ എണ്ണ ഒഴിച്ച് സൂക്ഷിക്കണേ മോളെ. ഉല്ലാസയാത്രയല്ല, ആ യന്ത്രം പൗർണമി ദിവസം പഞ്ചകൈലാസത്തിൽ ശിവലിംഗ വിഗ്രഹത്തിനരികെ ഉണ്ടാവുകയാ പ്രധാനം. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. മോളെ, അത് നീ... ആ, പിന്നെ അമ്മേ, പുലർച്ചെ തന്നെ എത്തിക്കോണേ. അമ്മ കൂടി വേണം ഞങ്ങളെ യാത്രയാക്കാൻ. ഞാൻ എത്തിക്കോളാം മോളെ. എന്നാലേ ഞാൻ വെക്ക. ആ, ദേവി, അവക്ക് ഞാൻ പറഞ്ഞതിന്റെ പ്രാധാന്യം മനസ്സിലായോ ആവോ? ഓ, കാത്തോളണേ ദേവി. പ്രീതിയുടെയും കുഞ്ഞിന്റെയും ജീവൻ ഇതിലായിരിക്കുന്നല്ലേ പറഞ്ഞത്. ഇനി ഈ വീട്ടിൽ ചോര വീഴണം, അതാ എന്റെ ആഗ്രഹം. സിദ്ധൻ ജപിച്ചു കൊടുത്ത യന്ത്രം പഞ്ചകൈലാസത്തിലെത്താൻ പോകുന്നില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഇരിക്കട്ടെ. സിദ്ധൻ ജപിച്ച യന്ത്രം അങ്ങ് പഞ്ചകൈലാസത്തിലെത്തില്ല. പകരം 1 or 2 ജീവൻ അങ്ങ് വിഷ്ണുപാദത്തിലേക്ക് തന്നേക്കാം. അതിന് ശാലിനി തന്നെ ആവണം കാരണക്കാരി.
എന്താ പ്രീതി? പ്രീതി 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 എന്താന്ന്? വെള്ളം. വെള്ളം കുടിക്കും. എന്താ പ്രീതി? ഞാൻ മരിച്ചു പോവും അർജുനേട്ടാ. നിന്നോട് ആരെയും മണ്ടത്തരമൊക്കെ പറഞ്ഞു? പ്രീതി നീ പറ, എന്താ കാര്യം? എന്താ? ഞാൻ കണ്ടു അർജുനേട്ടാ, നമ്മുടെ തളത്തില് വെള്ളം പുതപ്പിച്ച് കിടത്തിയിരിക്കുക എന്നെ. തലക്കില് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കൊക്കെ ആയിട്ട് അർജുനേട്ടനും അമ്മയും ശാലിനിയൊക്കെ ഉണ്ട് ചുറ്റിനും. പ്രീതി നീ എന്തൊക്കെയാ പറയുന്നത്? ഏതോ ഒരു സന്യാസി വന്ന് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു വെച്ച് അതൊക്കെ മനസ്സിലിട്ട് നടക്കുവാണോ നീ? ആ സിദ്ധം പറഞ്ഞതൊന്നും വലിക്കാതിരുന്നിട്ടില്ല അർജുനേട്ടാ. ശരി, സമ്മതിച്ചു. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അതിനുള്ള പ്രതിവിധി അയാൾ തന്നെ പറഞ്ഞു തന്നിട്ടില്ലേ? ആ സിദ്ധം തന്ന യന്ത്രം പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചാൽ എല്ലാ ദോഷവും മാറുമല്ലോ. പിന്നെന്താ പ്രശ്നം? എനിക്ക് പേടിയാവുന്നു അർജുനേട്ടാ. ഞാൻ മരിക്കാൻ എനിക്ക് ഭയം ഉണ്ടായിട്ടല്ല. എനിക്ക് എന്റെ മോളെ കണ്ട് കൊതി മാറിയിട്ടില്ല. അവളോടൊപ്പം ജീവിച്ച് മതിയായിട്ടില്ല അർജുനേട്ടാ. പ്രീതി ഒന്നും ഉണ്ടാവില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നുമില്ല പ്രീതി. പേടിക്കാനൊന്നുമില്ല. പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സിദ്ധം ജപിച്ചു നൽകിയ യന്ത്രം പൗർണമി രാത്രിയിൽ പൂജിക്കണം. പിറ്റേന്ന് ഉച്ചയോടെ ക്ഷേത്രത്തിൽ തൊഴുത് കുട്ടികൾക്ക് ഇങ്ങും മടങ്ങാം. അതോടെ ദോഷങ്ങളെല്ലാം അകലും. പഞ്ചകൈലാസമല്ലേ സ്ഥലം, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാ. വിഷ്ണുവിനെയും ശാലിനിയെയും രോഹിതിനെയും സുസ്മിതയും കൂടി അവർക്കൊപ്പം അയക്കാമെന്ന് തീരുമാനിച്ചത് തന്നെ അതുകൊണ്ടാ. അല്ലാതെ അർജുനയും പ്രീതി ഒറ്റയ്ക്കായിക്കാനുള്ള മടി കൊണ്ടൊന്നും അല്ലല്ലേ രാഘവേട്ടാ? ചുമ്മാ ഓരോന്ന് പറയുന്നതന്നെ. എന്താ ശാരദാമ്മയും പത്മാവതിയും കേൾക്കണം. ഒരു പേടിയും വേണ്ടാന്ന് പറയുന്ന ആളാ. ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അത്ര ദൂരമുള്ളതല്ലേ, കാർ സർവീസ് ചെയ്തെന്നാ? അവിടുത്തെ താമസത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? കുഞ്ഞിനവിടുത്തെ കാലാവസ്ഥയൊക്കെ പിടിക്കുവോ? ഇങ്ങനെ 100 കൂട്ടം സംശയങ്ങളാ. ഒരു സംശയം തീർത്തു കൊടുത്ത് ഞാനൊന്ന് ഉറങ്ങി വരുമ്പോഴേക്കും അടുത്ത സംശയം കൊണ്ട് വിളിച്ചുണർത്തും. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി എന്നെ ഒരുപോലെ കണ്ണടപ്പിച്ചിട്ടില്ല. രാഘവേട്ട, അത് പിന്നെ അമ്മമാരുടെ മനസ്സ് അങ്ങനെയാ രാഘവേട്ട. ഒരു പേടിയില്ലെന്ന് പുറമെ ഭാവിക്കുമ്പോഴും ഉള്ളിലൊരു പേടി ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോഴേ അമ്മയാവൂ. വന്നല്ലോ, കുട്ടികൾ ഇറങ്ങിയല്ലോ. നോക്കിയിറങ്ങണേ.
കുട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുമ്പോഴേ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാ അല്ലേ? എന്താണ് എല്ലാരോടും ഒരു ചർച്ച? കുടിക്കാൻ എടുക്കട്ടെ? വേണ്ട മുന്നി. മക്കളെ എല്ലാം റെഡിയല്ലേ? ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലേ? ഏയ് ഇല്ല ചാ, എല്ലാം ഓക്കെ. അമ്മേ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. അല്ല മോളെ, അത് ഒരെന്നാലും ഇല്ല, ഇക്കാര്യം അമ്മ സമ്മതിച്ചേ പറ്റൂ. എന്നാലും മോളെ, എന്താ ഞങ്ങൾ അറിയണ്ടാത്തൊരു രഹസ്യം? അയ്യോ, രഹസ്യമൊന്നുമില്ല സത്യാമ്മേ. ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്ന ശേഷമേ ഇവിടുന്ന് പോകാവൂന്ന്. ഇപ്പൊ ഈ മനസ്സിന്റെ വേദനയും തുടുപ്പും ഒക്കെ ഞാൻ തൊട്ടറിയുന്നുണ്ടമ്മേ. അച്ഛനെ എനിക്ക് മനസ്സിലാവും. ശാരദാമ്മേ, നിങ്ങളുടെ മകള് സ്നേഹം കൊണ്ട് വീണ്ടും വീണ്ടും എന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ തന്നെ ശാരദാമ്മയെ ഞങ്ങൾ വിടുന്നില്ല. ശാലിനി മടങ്ങി എത്തിയാലും ഉടനെ ഒന്നും പോണ്ട. അയ്യോ സത്യാമ്മ, അത് ശാരദാമ്മ ഈ ഹോട്ടലിലെ കാര്യമൊക്കെ ഒരു ഒഴിവ് കഴിവായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അത് നോക്കി നടത്താൻ അവിടെ 4 ആളില്ലേ? ആൺതുണിയായിട്ട് നമ്മുടെ രാജീവും ഉണ്ട്. അപ്പം അതങ്ങനെ തീരുമാനിച്ചു. അതിന് മാറ്റമൊന്നുമില്ല. അതന്നെ. എല്ലാം തികഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കുന്നത് കൊള്ളാം, കുടുംബശ്രീയിലെ കൈപ്പുണ്യം ഉണ്ടാവണം ഇവിടുത്തെ അടുക്കളയിലും. രാഘവേട്ടൻ എന്താ ശാരദാമ്മ ഇവിടുത്തെ അടുക്കള ജോലിക്കാരിയാക്കാൻ പോവാ? അയ്യോ, അങ്ങനൊന്നും അല്ല ശാരദാമ്മേ. ശാരദാമ്മ അടുക്കള ജോലിക്കാരായിട്ടൊന്നും അല്ല, വല്ലതും വച്ചുണ്ടാക്കാനേ ദേ ഇവൾക്ക് പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞത്, അല്ല ഒന്നുമല്ല. മോളെ, പൂജാമുറിന്നേ സിദ്ധം ജപിച്ചെന്ന യന്ത്രം എടുത്തായിരുന്നോ? അത് ഞാൻ ഇപ്പൊ എടുക്കാം. അവൾ എന്താ എടുക്കുന്നതെന്ന് എനിക്കിവിടെ ഒന്ന് കാണണമല്ലോ. മോളെ കുഞ്ഞിനിങ്ങത് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. മോള് ചാച്ചി കഴിഞ്ഞോടാ. ഓ ശ്രീമോളെ, നീ പഞ്ചകൈലാസ ക്ഷേത്രത്തിലേക്ക് പോവാ? ഇന്റെ തങ്ക കൊടുത്ത് 1-2 ദിവസം കാണാതിരിക്കേണ്ടി വരുമല്ലോ അമ്മമ്മയ്ക്ക്. സഹിക്കാൻ പറ്റണില്ല. ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്ന് ഞാൻ ഈ യന്ത്രം ഇങ്ങെടുക്കുക. പഞ്ചകൈലാസത്തിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ ഒപ്പം ഉണ്ടാവണേ. എന്ത് മാങ്ങയടി നീ എടുത്തോണ്ട് പോകുന്നത്? പ്രീതിയുടെ പ്രാണൻ പോലും അതിവിടെ ഇരിക്കല്ലേ.
സന്തോഷിക്കാൻ വിടില്ല ഞാൻ ആരെയും. ഡോ പിള്ളേ, റിസോർട്ടിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ബുക്ക് ചെയ്തു. അഡ്വാൻസ് ആയിട്ട് കാശും അടച്ചിട്ടുണ്ട്. ആ ആ പൊന്നി, വെള്ളമൊക്കെ എടുത്ത് വെച്ചായിരുന്നോ കാരണത്ത്? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ രാഘവേട്ടന്റെ ഒരു വെപ്രാളം. അല്ല, കുട്ടിയൊക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ലല്ലോ. ഓ എടുത്തു മോളെ. എടുത്തു. അതെ, ഇനിയിപ്പോ എന്നാ പിന്നെ ഇറങ്ങിക്കൂടെ? അതെ, രാഹുലാവാറായി. രാഹുകാലോ? ഇനി 2 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് ഇറങ്ങ്. ആ, എന്നാ അതൊന്ന് കാണണമല്ലോ. അല്ല, സുസ്മിത എവിടെ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശകുനം മുടക്കി. എവിടാ പോയി നോക്ക്. ഞാൻ നോക്കിയിട്ട് വരാം. സമയം പോകുന്നല്ലോ, എവിടെ പോയി കിടക്കുന്നു? അച്ഛൻ ഒന്ന് പേടിക്കാതിരിക്കും. അതൊക്കെ ഒരു വിശ്വാസം, അത്രയല്ലേ ഉള്ളൂ. എടാ മോനെ, വിശ്വാസത്തിലും കാര്യമുണ്ട് മോനെ. സമയത്തിന് ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ഈ യാത്ര കോളാക്കിയിട്ട് ഞാൻ അടങ്ങും. സമയം പോകുന്നല്ലോ.